എന്നാലും മൂത്തവൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ അനിയത്തിനെ എങ്ങനെ കെട്ടിക്കൊടുക്കുക? അതിന് ഇന്നത്തെ കാലത്ത് ഒരു കുറവില്ലാത്ത പെൺകുട്ടികൾക്കും കൂടിയിട്ട് കല്യാണം വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കാണ് ഇങ്ങനെ നൊണ്ടിയായ അല്ല കാലിന് കുറച്ച് കുഴപ്പമുള്ള ഈ കുട്ടിക്ക് കല്യാണം വരിക എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ വന്ന ആലോചനയില്ലേ നിങ്ങളുടെ രണ്ടാമത്തെ മകൾക്ക്? അത് എന്ത് നല്ല ആലോചനയാണെന്ന് അറിയോ? ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആലോചന കിട്ടില്ല. കാറും വീടും വലിയ ബംഗ്ലാവും. ചെക്കനിക്കേ പണി ബാങ്കിൽ മാനേജറാണ്. വേണമെങ്കിൽ മതി, ഞാനൊന്നും നിർബന്ധിക്കില്ല. അതിന് ഇവൾക്കും ജോലി ഉണ്ടല്ലോ, വെറുതെ ഒന്നുമല്ലല്ലോ അവര്. ഇവള് LD ക്ലർക്കല്ലേ? ഓ, LD ക്ലർക്കിനൊക്കെ ഇപ്പൊ എന്താ ഉള്ളത് ശമ്പളം? എന്നാലും ബാങ്ക് മാനേജറിന്റെ എത്ര ശമ്പളം ഉണ്ടാകുമോ? ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവർക്ക് താല്പര്യം എന്ന് കൂട്ടിക്കോ. എന്നാലും നിങ്ങളിപ്പോ താഴെയുള്ളവരുടെ കല്യാണം കഴിച്ചു കൊടുക്കും ഈ ബാങ്ക് മാനേജർക്ക്. പിന്നെ ഞാൻ സമയം പോലെ വല്ല ആലോചനയും വല്ല കുറവുള്ള ചെക്കന്മാരെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവൾക്ക് വേണ്ടി ആലോചിക്കാം. അല്ല അപ്പൊ കുറവില്ലാത്ത ചെക്കന്മാരെ കിട്ടുക പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവുമല്ലോ. നമ്മുടെ കുട്ടിക്ക് കുറവുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെക്കന്മാരെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെ കൊണ്ടുവരേ. ഇപ്പം എന്തായാലും താഴെയുള്ളവൾക്കല്ലേ കല്യാണ ആലോചന വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ താഴെയുള്ളവളിനെ കല്യാണം കഴിച്ചു കൊടുക്കും. ബാക്കി പിന്നെ നമുക്ക് മൂത്തവൾക്ക് കൊണ്ടുവരാം. ഉമ്മ ഒന്നിങ്ങോട്ട് വരി. ഓ, എന്ത് പറയാനാണോ ആ പെണ്ണ് ഉള്ളിക്ക് വിളിച്ചിട്ട് പോയിരിക്കുന്നത്? ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ കമ്മീഷൻ 2 ലക്ഷം രൂപയാണ്. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ഉമ്മ എന്താമ്മ അവര് പറയണത് അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അവിടെ? ഉമ്മ, താത്താന്റെ കല്യാണം കഴിയട്ടമ്മ, എന്നിട്ട് മതി എനിക്ക് കല്യാണം നോക്കലൊക്കെ. അല്ലെങ്കിൽ താത്താക്ക് വിഷമാവില്ലമ്മ. ഉമ്മ നോക്കിയാ താത്താന്റെ മുഖം കണ്ടില്ലേ വിഷമം? അതുകൊണ്ടാണ് പറയണത്, ആദ്യം താത്താന്റെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് മതി എനിക്ക് കല്യാണം. താത്താക്ക് ഇപ്പൊ എന്താ കുറവ്? ചെറുതായിട്ട് കാലിനൊരു നൊണ്ടലുണ്ട്, അത്രയല്ലുള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. താത്താന്റെ കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ട് മതി. അവന് കൊണ്ട് താത്താക്ക് വല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും. അവളുടെ ഈ കുറവുകളൊക്കെ അംഗീകരിക്കണ ഒരാൾ തന്നെ വേണ്ടേ? അങ്ങനെ ഇപ്പൊ ആരാ ഉള്ളത്? അതൊക്കെ വരും, ഉമ്മ നോക്കിക്കോ. എനിക്ക് എന്തായാലും ഇപ്പൊ കല്യാണം വേണ്ട. പറയണതൊന്നും കേൾക്കാനും പറ്റണില്ലല്ലോ നേരാവണ്ണം. എത്ര നേരമായി പോയിട്ട്? ആ ചായ ഒക്കെ പോകുമല്ലോ ഇവിടം വരെ എത്തുമ്പോഴേക്കും. അതാ പോയി, അതാ ചായ. എൻ്റെ ചായയൊക്കെ കളഞ്ഞു പെണ്ണ്. ഇവിടം വരെ ചായ കൊണ്ടുവരുമ്പോഴേക്കും ക്ലാസ്സിൽ ചായ പകുതിയായി. ഇതിനൊക്കെ ആര് കല്യാണം കഴിച്ചു കൊണ്ടുപോകാനാണ്? ഓ, ഇത്രയും നൊണ്ടിയാണ്. ഉമ്മ പോയിട്ടേ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയും. എന്താ കുട്ടിയെ, ഞാൻ കൊടുക്കുമല്ലോ ചായ, നീ എന്തിനാ കൊണ്ടുവന്നത്? എന്തായി സംസാരിച്ച് തീരുമാനിച്ച നിങ്ങള്? ഞാൻ നാളെ തന്നെ അവന്റെ കൂട്ടിയിട്ട് പറ്റേണ്ടത്. നാളെ ആവുമ്പോഴേ ചെക്കനിക്ക് ലീവാണെന്നാ കേട്ടതേ. നിക്കീൻ, അത് പിന്നെ അവനിപ്പോ കൂട്ടിയിട്ട് വരണ്ട. അവള് പറയുന്നത് എന്താന്ന് വെച്ചാല് മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ അവള് കല്യാണം കഴിക്കുന്നുള്ളൂ എന്നാണ്. എന്തിനാ അങ്ങനെയൊക്കെ തീരുമാനിക്കണതേ? ഇതുകൊണ്ട് കഴിഞ്ഞ പിന്നെ വേറെ നല്ല ആലോചന കിട്ടില്ലേ? ബാങ്കിൽ ജോലി. എനിക്കിപ്പോ കല്യാണം വേണ്ട, ആദ്യം താത്താന്റെ കഴിയട്ടെ. നിങ്ങൾ താത്താക്ക് വല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ നിങ്ങക്ക്? ഒന്നും ഇനി ആലോചിക്കാനില്ല. നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. മൂത്തവൾക്ക് വിഷമാവില്ലേ അവളിങ്ങനെ നിൽക്കുമ്പോ ചെറുതിന്റെ കല്യാണം കഴിച്ചു വിട്ടാല്? അതുകൊണ്ടാണ്. ശരി എന്നാ ഞാനിന്ന് ഇറങ്ങട്ടെ. ഓ, എന്തൊരു കഷ്ടത്തിന് പറയട്ടെ.
ഓ, എൻ്റെ 2 ലക്ഷം രൂപ വെറുതെ പോയി. ആ നൊണ്ടിപ്പെണ്ണിനൊക്കെ ഒരു കല്യാണം കൊണ്ടുവരിക പറയുമ്പോൾ ഏത് ചെക്കൻ കെട്ടാനാണ് ആ പെണ്ണിനെ? ഇനി വല്ല കണ്ണുപൊട്ടനും അയക്കണം ആ പെണ്ണിനെ കെട്ടണമെങ്കിൽ. ഓ, ഇത്ര പെട്ടെന്ന് കാര്യം നടക്കും വിചാരിച്ചില്ല. എവിടെ ഇവിടെ ഉള്ളവരൊക്കെ? അതാ, ഇതെന്താ അത്? ഞാൻ നിങ്ങളെ കൊണ്ട് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ, നിങ്ങൾ ഇന്നലെ വന്നപ്പോ താഴെയുള്ളവളിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല, മൂത്തവളിങ്ങനെ നിൽക്കുമ്പോന്ന്. അതല്ല, മൂത്തവൾക്ക് തന്നെയാണ് ആലോചന കൊണ്ടുവന്നിരിക്കുന്നത്. മൂത്തവൾക്കാ? അതെ, ആ മൂത്തവൾക്ക് തന്നെ. നിങ്ങളിങ്ങനെ ബേജാറാകാതെ, ഞാനൊരു കാര്യമായിട്ട് അതിനെ ഏറ്റതാണ്. നല്ല തങ്കം പോലത്തെ ചക്കൻ മൂത്തവൾക്ക്. എന്റെ റബ്ബേ, നീ എന്റെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ നേരെ പറയും. വരി. ചെക്കനിക്ക് എന്താ ജോലി? എവിടെയുള്ളവരാണ്? അതൊക്കെ ഇവിടെ അടുത്തുള്ളവർ തന്നെ. ചെക്കനിക്ക് ലക്ഷങ്ങളുടെ കച്ചവടമാണ്. ലക്ഷങ്ങളില്ല? അത്രയ്ക്കൊക്കെ വലിയ ആലോചന നമുക്ക് ശരിയാവോ താത്ത? ഇവളുടെ കുറവുകളൊക്കെ നിങ്ങൾ അവനെ കൊണ്ട് പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അവർക്ക് അതൊന്നും കുഴപ്പമില്ല. അവർ കുറെ ആയത്ര പെണ്ണ് നോക്കണത്. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് കേട്ടപ്പോ അവർക്ക് ഇതന്നെ മതിയെന്ന്. എന്തോ എല്ലാ ഒരു നിമിത്തമാണ്. ഞാനിവിടെ നിന്ന് അങ്ങനെ പോയില്ല ഇന്നലെ. വെള്ളം കുടിക്കാൻ ഒരേ ദാഹം. അപ്പൊ ഞാൻ ഒരു വീട് കണ്ടു. ആ വീട്ടിൽ കയറിയിട്ട് വെള്ളം കുടിക്കാൻ നിന്നപ്പോൾ പിന്നെ അവിടെ അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ബ്രോക്കറാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ ഇവിടുത്തെ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് പിന്നെ കുട്ടിനെ ഇഷ്ടമായി. അതാണ് ഞാൻ അപ്പൊ ഇത് കേട്ടപാടെ ഞാൻ ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. എന്നാലും ലക്ഷങ്ങളുടെ കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരായിട്ട് കല്യാണം നടത്താന്നൊക്കെ പറയുമ്പോ എന്താ ചെക്കനിക്ക് ശരിക്കും പണി? നിങ്ങൾ പറയും. ലോട്ടറി കച്ചവടമാണേ. അത് ശരി, ലോട്ടറി കച്ചവടമാണ് ചെക്കനിക്ക്. എന്നാ പിന്നെ നേരത്തെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞൂടെ? അത് പിന്നെ ലക്ഷത്തിന്റെ കച്ചവടമല്ലേ? എന്താ 100-100 കച്ചവടമാണ്. ഒരു ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ അത്രയാണ് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇവളുടെ തലവരെ നന്നായിട്ടുണ്ടെങ്കിൽ അവനക്ക് തന്നെ ലോട്ടറി അടിച്ചാലോ കോടീശ്വരനായില്ലേ? പിന്നെന്താണ്? എന്താ 100-100 കച്ചവടമാണ് ലോട്ടറി കച്ചവടം പറഞ്ഞാൽ അത്ര നിസാരമൊന്നും അല്ല. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചെക്കനിക്ക് ചെറിയൊരു കുറവുണ്ട്. അതെന്തായാലും നന്നായില്ലേ? വൈദ്യം കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് പോലെ ആയില്ലേ? കുറവാ? എന്ത് കുറവ്? അവനും കാലിന് സുഖമില്ലാത്ത ചെക്കനാണോ? കാലിലൊന്നുമല്ല, കണ്ണിന് ചെറുതായിട്ടൊരു മങ്ങല്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ണിനെന്ത് പറ്റി? കണ്ണ് കാണില്ലേ? ചെറുതായിട്ട്, അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ കുട്ടിക്കും കുറവുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കുറവ് കാര്യമാക്കി എടുക്കണ്ട. എന്തായാലും ഞാൻ അവനെയും കൂട്ടിയിട്ടേ നാളെ ഇങ്ങോട്ട് വരാം. ഞാനേ ചെറിയവളെ കൊണ്ടും കൂടി ഒന്ന് ആലോചിക്കട്ടെ. അവള് ജോലി കഴിഞ്ഞ് വന്നിട്ടില്ലേ, അവളെ കൊണ്ടും കൂടി ഒന്ന് സംസാരിക്കണം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ച് പറയാം. എന്നിട്ട് നിങ്ങൾ അവനെ കൂട്ടിയിട്ട് വന്നാൽ മതിട്ടോളെ. അവളെ കൊണ്ടും കൂടി ഒന്ന് സംസാരിക്കണം. അവളല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത്. ഓ, ആ ചെറിയവളെ കൊണ്ടാ? ആ പെണ്ണാണെങ്കിൽ എപ്പോഴും പ്രശ്നം പിടിച്ച പെണ്ണാണ്. എന്നാ പിന്നെ നിങ്ങളെ ആലോചിച്ചിട്ടേ ഫോൺ വിളിച്ച് എൻ്റെ അടുത്ത് പറയും. ഞാൻ എന്നാ പിന്നെ അവനെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം. പിന്നെ നമ്മുടെ കുട്ടി ഇങ്ങനെ നോണ്ടിയാണ്. അല്ല, കാലിന് കുറച്ച് കുഴപ്പമുണ്ട് എന്നുള്ളതേ നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് ആലോചിച്ചിട്ടും കണ്ടിട്ടൊക്കെ തീരുമാനം എടുക്കും. ശരി എന്നാ പോട്ടെ. ഞാൻ എന്നാ ഫോൺ വിളിച്ച് പറയിട്ടോളേ. ശരി എന്നാ. പിന്നെ ആ ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അമ്മ, താത്താന്റെ കല്യാണം കഴിയാണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല എന്ന്. അതല്ലടി, താത്താക്ക് തന്നെയാണ് ആലോചന കൊണ്ടുവന്നത്. താത്താക്ക? എന്നിട്ട് എന്താ ചെക്കനിക്ക് ജോലി? അവര് താത്താന്റെ കുറവുകളൊക്കെ അംഗീകരിച്ചിട്ടാണോ സമ്മതിച്ചത്? അവന്റെ അടുത്ത് പറഞ്ഞാ പറഞ്ഞത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല അത്രേ. ചെക്കനിക്ക് എന്താ ജോലി അമ്മ? ലോട്ടറി കച്ചവടമാണ് അത്ര ചെക്കനിക്ക്. ലോട്ടറി കച്ചവടാ? പിന്നെ ചെക്കനിക്ക് ചെറുതായിട്ട് ഒരു കുറവുണ്ട് ഇത്ര. എന്ത് കുറവ്? കണ്ണിന് ചെറുതായിട്ടേ എന്തോ കാഴ്ച കുറവുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ കണ്ണു പൊട്ടനാണോ? അതാണോ ലോട്ടറി കച്ചവടം? നമുക്ക് ഈ ആലോചന വേണ്ടമ്മ. താത്താക്ക് വേറെ വല്ല ആലോചനയും വരും. അപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കുക. ഒരു കണ്ണു പൊട്ടനിക്ക് കെട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ താത്ത തന്നെയല്ലേ താത്താന്റെ കാര്യം നോക്കുന്നത്, ഈ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നതും. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല താത്താക്ക്. വേറെ വല്ല ആലോചന വരുമ്പോ കല്യാണം നോക്കാം നമുക്ക്. എന്തായാലും ഇത് വേണ്ട. അതിന് കണ്ണ് തീരെ കാണില്ല എന്നൊന്നും പറഞ്ഞില്ല. ചെറുതായിട്ട് കണ്ണിനൊരു മങ്ങലെന്നാണ് സൈനമ്മ പറഞ്ഞത്. എന്നിട്ട് ഉമ്മ എന്ത് പറഞ്ഞു?
ഞാൻ നീ വന്നിട്ട് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. നിനക്ക് സമ്മതമാണെങ്കിലേ ഞാൻ എന്നാ സൈനബാനെ വിളിച്ചിട്ട് സംസാരിക്കാം. അവരൊന്ന് വന്ന് കാണട്ടെ, ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലോ. അവള് നമുക്ക് കല്യാണം കഴിച്ചു കൂട്ടണ്ടേ? അവൾക്ക് നോക്ക്, ഇപ്പൊ തന്നെ വയസ്സ് 27ആയി. ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ മതിയാ? ഇനിയും പോകെ പോകെ വയസ്സ് കൂടുകയല്ലേ ചെയ്യുള്ളൂ. ഇതുപോലെ ഇന്ന ആലോചന വേറെ കിട്ടിയില്ലെങ്കിലോ? നിന്നെ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാലേ പിന്നെ അവളെ നോക്കാൻ ഞാനും മരിച്ചു കഴിഞ്ഞാൽ ആരാണ്ടി ഉള്ളത്? അതുകൊണ്ട് നമ്മളെല്ലാം ആലോചിക്കണ്ടേ. പിന്നെ എല്ലാം തികഞ്ഞിട്ട് ഒരു ചെക്കനെ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളുടെ കുറവുകൾ അംഗീകരിക്കും വേണ്ടേ? എല്ലാം നോക്കിയിട്ട് തന്നെയല്ലേ ചെയ്യുള്ളൂ, പിന്നെന്താണ്? ആദ്യം അവരൊന്ന് വന്ന് കാണട്ടെ, അപ്പൊ നമുക്ക് ചെക്കനെ അങ്ങനെ ഒന്ന് കാണാലോ. എന്നിട്ട് വലിയ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാലോ പിന്നീട് കല്യാണം കഴിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ. ശരി, ഉമ്മാന്റെ ഇഷ്ടം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അവര് വന്നിട്ട് സംസാരിക്കാം നോക്കിയിട്ട്. ശരി, എന്നാ ഞാൻ സൈനബാനെ വിളിച്ചിട്ടേ പറയട്ടെ. ഓ, ഇത്ര നേരമായിട്ട് അവര് വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ആ പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുമോ? വിളിക്കുന്നുണ്ട്. ഹലോ. സൈനബ, നീ അവനെ കൊണ്ട് വരാൻ പറഞ്ഞോ? ഞാൻ അവളെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ അവനെ കൂട്ടിട്ടേ നാളെ തന്നെ അങ്ങോട്ട് വരാം. നാളെ വരുന്നു. ശരി, എന്നാ നാളെ വാ. പിന്നെ നമുക്ക് ഈ മൂത്തവളുടെ കല്യാണം കഴിഞ്ഞതേ, നമുക്ക് രണ്ടാമത്തെ കല്യാണം ഉണ്ടല്ലോ, ആ ബാങ്ക് മാനേജർ ആയിട്ടുള്ളത്, അത് നമുക്ക് ഉടനെ നടത്തണം. ആദ്യം മൂത്തവളുടെ ഒന്ന് കഴിയട്ടെ സൈനബ, എന്നിട്ടല്ലേ താഴെ ഉള്ളവളുടെ. അത് നമുക്ക് ആലോചിക്കേ. ശരി. പിന്നെ മറക്കണ്ട എന്റെ കമ്മീഷന്റെ കാര്യേ, അതിനിപ്പോ ഞാൻ പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം കണ്ടു പറഞ്ഞ് അങ്ങോട്ട് ചെയ്താൽ മതി. സൈനബ, അതിനൊന്നും ഒരു കുറവും വരുത്തില്ല. അതൊക്കെ നിനക്ക് എന്താ വെച്ചാൽ നമുക്ക് ശരിയാക്കാം. ആദ്യം ഈ ചെക്കനെ ഒന്ന് കാണട്ടെ ഞങ്ങള്. എന്നാ പിന്നെ ഞാൻ രാവിലെ തന്നെ അവനെ പോയി കണ്ടിട്ടേ അവനോട് സംസാരിച്ച് നാളെ തന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്ന. ശരി. എന്റെ അമ്മോ, അങ്ങനെ ആ നൊണ്ടിപ്പണ്ണിന്റെ കല്യാണം ഒന്നും ശരിയായില്ലോ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ആ രണ്ടാമത്തെ അവൾക്ക് കല്യാണം ആ ബാങ്ക് മാനേജറായിട്ട് ഉറപ്പിക്കാൻ. അവരെനിക്ക് കമ്മീഷൻ തരാൻ പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. പഠിച്ചോനെ, എൻ്റെ മകളുടെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതി.